ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO, ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മീസിൽസ് അല്ലെങ്കിൽ അഞ്ചാം പനീനെ പറ്റിയാണ്. അഞ്ചാം പനി വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ്. പക്ഷേ ഇത് ചിലപ്പോൾ വളരെ സീരിയസ് ആകാൻ സാധ്യതയുള്ള ഒരു RNA വൈറൽ ഇൻഫെക്ഷനാണ്. സീരിയസ് ആകാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം 2015 ഒരു കണക്കുണ്ട്. ലോകത്ത് 1,40,000 പ്രീ സ്കൂൾ കുട്ടികളിലാണ് ഇത് സാധാരണ വരുന്നത്, മരണപ്പെട്ടിട്ടുണ്ട് ഈ മീസിൽസ് കാരണം. അതിൽ പകുതിയോളം ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് പ്രീ സ്കൂൾ കുട്ടികൾക്കാണ് വരുന്നതെന്ന് പറഞ്ഞില്ല. പക്ഷേ എങ്കിലും ഈ ന്യൂ ബോൺ ബേബീസിന് ഇത് വരാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാസൻ്റ ഗർഭകാലത്ത് പ്ലാസൻ്റ വഴി ട്രാൻസ്പ്ലാസൻ്റൽ എല്ലായിട്ട് ഈ അതിൻ്റെ ആൻറ്റിബോഡി അമ്മയിൽ നിന്ന് ഈ കുട്ടിക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 9 മാസം, ജനിച്ചൊരു 9 മാസം വരെ ഈ കുട്ടിക്ക് നല്ല ഇമ്മ്യൂണിറ്റി, ഈ മീസിൽസിന് അഗൻസ്റ്റായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മീസിൽസ് വാക്സിൻ എടുക്കുന്നത്, MMR വാക്സിൻ എടുക്കുന്നത് ഈ 9 മാസം ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മീസിൽസ് പകരുന്ന രീതി, ഒന്ന് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, അതിന് എയർബോൺ ഇൻഫെക്ഷൻ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ മീസിൽസ് ഉള്ള രോഗിയുടെ ആ കുട്ടിയുടെ ത്രോട്ടിലും അതുപോലെ തന്നെ മൂക്കിൽ നിന്നുമൊക്കെ ഉള്ള സെക്രീഷൻ്റെ അകത്ത് ഈ രോഗാണുക്കൾ ഇഷ്ടം പോലെ കാണും. അത് സലൈവയിൽ കൂടെ തെറിച്ച് പുറത്ത് പോകുമ്പോൾ അത് ഏതെങ്കിലും കുട്ടികൾ അടുത്തിരുന്ന് ശ്വസിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടും. അതാണ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡയറക്റ്റ് ഇൻഫെക്ഷൻ, ഡയറക്റ്റ് കോണ്ടാക്റ്റ്, ഈ കുട്ടികൾ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ ഇത് പകരാം. അതുപോലെ തന്നെ ഫോമൈറ്റ്സ്, ഇപ്പോൾ ഈ കുട്ടി ഉപയോഗിച്ച, ഈ അസുഖമുള്ള കുട്ടി ഉപയോഗിച്ച ടവല് മറ്റേ കുട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനും വരാൻ സാധ്യതയുണ്ട്. ഇത് പകരുന്നത് ഈ റാഷസ് വരണതിന് 5 ദിവസം മുമ്പ് തൊട്ട്, അതുപോലെ തന്നെ റാഷസ് വന്ന് 5 ദിവസം കഴിയും വരെ ഇത് പകരാൻ സാധ്യതയുണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ രോഗാണു ഒരു കുട്ടിയിൽ നിന്ന് മറ്റേ കുട്ടിയുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞിട്ട് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന ആ ടൈം, അത് ഏകദേശം 10 ദിവസമാണ്. അതാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഫീവർ, അതുപോലെ തന്നെ മൂക്കൊലിപ്പ്, അതുപോലെ കൺജങ്ക്റ്റൈവൽ കൺജഷൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പം കരഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയുടെ കണ്ണുപോലിരിക്കും, കൺജങ്ക്റ്റൈവൽ കൺജഷൻ. അടുത്തത് കോപ്ലിക് സ്പോട്ട്. ഇത് ഈ സെക്കൻഡ് ലോവർ മോളാറിൻ്റെ അടുത്ത് ഈ ബക്കൽ ക്യാവിറ്റി ഉണ്ടല്ലോ, ബക്കൽ ക്യാവിറ്റിയുടെ ഇന്നർ സൈഡിലാണ് ഇത് കാണുന്നത്. ഇതൊരു ഗ്രേയിഷ് വൈറ്റ് ഗ്രെയിൻസാണ്. അപ്പോൾ ഇത് നമ്മളൊരു പ്രാക്ടിക്കൽ ലൈഫിൽ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് അല്ല, പക്ഷേ ഇത് സ്പെസിഫിക് ഫോർ മീസിൽസ് ആണ്. ഇപ്പോൾ ഇതുണ്ടെങ്കിൽ അത് മീസിൽസ് ആണ് ഉറപ്പായിട്ടും. അപ്പോൾ ഇത് ബക്കൽ ക്യാവിറ്റിയിലെ ഉള്ളിൽ സെക്കൻഡ് മോളാർ, ലോവർ മോളാറിൻ്റെ ആ ഭാഗത്താണ് ഇത് കാണുന്നത്. ഗ്രേയിഷ് വൈറ്റ് കളർ ഗ്രെയിൻസ്. അത് പനി വന്ന് 2-ാമത്തെ 3-ാമത്തെ ദിവസം തൊട്ട് ഇത് കണ്ടു തുടങ്ങും. അപ്പോൾ ഈ അഞ്ചാം പനിയുടെ റാഷസ് കണ്ടു തുടങ്ങുന്നത് ഒരു 4-ാമത്തെ ദിവസം തൊട്ടാണ്. 4-ാമത്തെ ദിവസം തൊട്ട് ആദ്യം ഇത് കണ്ടു തുടങ്ങിയിട്ട് അത് ശരീരം മൊത്തം വ്യാപിക്കും. അതൊരു 5 ദിവസം അങ്ങനെ നിന്നിട്ട് അത് പിന്നെ ഫെയ്ഡാകും. അന്നേരം അതിനൊരു ബ്രൗണിഷ് കളർ വരും. ബ്രൗണിഷ് കളർ വന്നിട്ട് പിന്നെ അതൊരു 10 ദിവസത്തിനകം മൊത്തം മാറും. അതുപോലെ തന്നെ മോഡിഫൈഡ് മീസിൽസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇത് ഈ പാർഷ്യൽ ഇമ്മ്യൂണിറ്റി ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിംറ്റംസൊക്കെ വളരെ കുറവായിരിക്കും. സിംറ്റംസ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൽഡായിരിക്കും. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഈ ഹെമറാജിക് മീസിൽസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈ റാഷസ് പെർഫ്യൂറിക് ആയിരിക്കും. പെർഫ്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ബ്ലഡ് ഇങ്ങനെ പൊടിച്ചതുപോലെ കാണും. അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് ചിലപ്പോൾ രക്തം വരാം, വായിൽ നിന്ന് രക്തം വരാം, ചിലപ്പോൾ മലത്തിൽ രക്തം പോകാം. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്,
ഇത് കൂടുതലും വരുന്നത് ഈ മാൽനറിഷ്ഡ് കുട്ടികൾ, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികളിലൊക്കെയാണ് ഈ കോംപ്ലിക്കേഷൻസ് കൂടുതലും കണ്ടുവരുന്നത്. അതിൽ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ചെവിയിൽ നിന്ന്, രണ്ട് ചെവിയിൽ നിന്നൊക്കെ പഴുപ്പ് വരാം, ഓട്ടൈറ്റിസ് മീഡിയ. അടുത്തതായിട്ട് കുട്ടികൾക്ക് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബ്രോങ്കോ ന്യൂമോണിയ, പിന്നെ ലാരിഞ്ചൈറ്റിസ്, ട്രക്കിയൈറ്റിസ്, ബ്രോങ്കൈറ്റിസ്. അതുപോലെ ഒരു കോംപ്ലിക്കേഷനായിട്ട് പെർസിസ്റ്റൻ്റ് ഡയേറിയ, ഇങ്ങനെ വയറ്റിളക്കം കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കുന്ന ഒരു കണ്ടീഷൻ വേണേൽ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് വരാം. അതുപോലെ ഇത് തലച്ചോറിനെ ബാധിച്ചിട്ട് അക്യൂട്ട് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ. ഇതൊക്കെ റെയറാണ്, എങ്കിലും നമ്മൾ പറയുമ്പോഴതും കൂടെ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ മീസിൽസിൻ്റെ ഡയഗ്നോസിസിൻ്റെ സിംറ്റംസും സയൻസും കൊണ്ട് നമുക്ക് മിക്കവാറും എല്ലാവർക്കും അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ IgM ആൻറ്റി മീസിൽസ് ആൻറ്റിബോഡി കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് റാഷസ് വന്ന് ഒരു 3-ാമത്തെ ദിവസം തൊട്ട് ഏകദേശം ഒരു മാസം വരെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും പ്രധാനം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്, അത് കഴിഞ്ഞ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് ഉള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഈ കോംപ്ലിക്കേഷൻസിനെ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ന്യൂമോണിയ വന്നാൽ അതിനെ ട്രീറ്റ് ചെയ്യുക, ഓട്ടൈറ്റിസ് മീഡിയ വന്നാൽ അതിനെ ട്രീറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ ഈ വിറ്റാമിൻ A അതിൻ്റെ മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി കുറക്കും, എന്ന് പറഞ്ഞാൽ മരണസംഖ്യയും കുറക്കും, അസുഖം വരുന്നതും കുറക്കും. അപ്പോൾ അത് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 1,00,000 യൂണിറ്റ്, 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 2,00,000 യൂണിറ്റ് വിറ്റാമിൻ A കൊടുക്കുക. ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ, എങ്ങനെ ഇത് വരാതിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം വന്ന കുട്ടികളെ മാറ്റി ഏതെങ്കിലും ഒരു മുറിയിൽ ഇരുത്തുക, അവനെ ബാക്കിയുള്ളവരുടെ കൂടെ കളിക്കാൻ വിടാതിരിക്കുക. പിന്നെ 9-ാം മാസം ആയിക്കഴിഞ്ഞിട്ട് MMR വാക്സിൻ എടുക്കുക. 9-ാം മാസം വരെ ഇവന് അമ്മയിൽ നിന്ന് കിട്ടിയ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ 9-ാം മാസം കഴിഞ്ഞിട്ട് MMR വാക്സിൻ എടുത്തു തുടങ്ങുക. അപ്പം മീസിൽസിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ വീഡിയോ ഒന്ന് ഇട്ട് കാണുക, ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.